ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6ൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബയോ സേഫ്റ്റി ഫോർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പം നമ്മളിതിൽ ഫസ്റ്റ് തന്നെ ബയോ സേഫ്റ്റി ഫോർ എൻവയോൺമെൻറ്റ് ആണ് നോക്കുന്നത്. എൻവയോൺമെൻറ്റിൽ നമ്മളെ BT പ്ലാന്റ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് കാരണം എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പേ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലാന്റിൻ്റെ ജനറ്റിക് സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ വരുത്താണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കൊരു പ്ലാന്റ് ഉണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്സിന് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലാന്റിൻ്റെ ജീനിൽ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ പെസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെസ്റ്റ് പ്ലാന്റിൻ്റെ ഏതെങ്കിലും പാർട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പെസ്റ്റ് ചത്തുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെസ്റ്റിനെ കില്ല് ചെയ്യുന്നുണ്ട്. ഇത് നല്ല വശമാണ് ഇതിൻ്റെ. പക്ഷേ ഇതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെസ്റ്റിന് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം നമ്മളോരോ സ്റ്റഡിയൊക്കെ നടത്തി. ഈ സ്റ്റഡി നടത്തിയ സമയത്ത് it was reported that pollen from Bacillus thuringiensis insect in rhesus corn had a negative impact on monarch butterfly larvae. അതായത് BT കോൺ ഉണ്ട്. BT കോൺ എന്ന് പറഞ്ഞാൽ ബാസിലസ് തുറിഞ്ചിയൻസിസ് കോണിൻ്റെ പ്ലാന്റിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയതാണ് BT കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണിനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ പെസ്റ്റിനെയും കില്ല് ചെയ്യാനുള്ള പവർ ഈ BT കോണിനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണാർക്ക് ബട്ടർഫ്ലൈ ഉണ്ട്. ഈ ബട്ടർഫ്ലൈസിൻ്റെ ലാർവേനെ ഇതിനെ അധികം അറ്റാക്ക് ചെയ്യുന്ന ലാർവേസ് അല്ല. പക്ഷേ നമ്മുടെ BT കോണിൻ്റെ പ്ലാന്റ് കാരണം ഈ മൊണാർക്ക് ബട്ടർഫ്ലൈൻ്റെ ലാർവയും നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ബാഡ് എഫക്റ്റാണ് അല്ലേ? അപ്പോൾ ദിസ് റിപ്പോർട്ട് റൈസ്ഡ് concerns and questions about potential risk to monarch and perhaps other non-target organisms. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഓർഗാനിസംസ് മാത്രമല്ല നശിച്ചു പോകുന്നത്, വേറെ നല്ല ഓർഗാനിസംസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസെക്ട് റെസിസ്റ്റൻസ്. ഇൻസെക്ട്സിൻ്റെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദ യൂസ് ഓഫ് BT crop is that will leads to development of insect resistant to BTയോടുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാൻസ് നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത് വരുന്നതാണ് ഇൻക്രീസ്ഡ് വീഡിനെസ്. അത് പറഞ്ഞാൽ വീഡിനെസ് മീൻസ് the tendency of the plant to spread beyond the field where it was first planted. അതായത് വീഡ്സ് നമുക്കറിയാം അല്ലേ? അത് അപ്പോൾ വീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫീൽഡും കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യും? സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിനെസ്സിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് യൂസ് ചെയ്താൽ അതൊരു കാരണമാവുന്നുണ്ട്. ദർ ആർ കണ്ടീഷൻ ദാറ്റ് GM ക്രോപ്സ് ബിക്കം വീഡ്സ്. ഈ GM ക്രോപ്സ് വീഡ്സ് ആയി വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. എവിടേക്കാണ്? ഒരു എക്സാമ്പിൾ നോക്കാം. ദ സോൾട്ട് ടോളറൻറ്റ് GM ക്രോപ്പ് if escape into marine areas could become a potent weed there. അതായത് സോൾട്ട് ടോളറൻറ്റ് GM ക്രോപ്സ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? മറൈൻ ഏരിയാസിലൊക്കെ വീഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ there is also fear about the development of super weeds. That is a weed that has acquired the herbicide tolerance gene due to genetic contaminations. അതായത് ഉണ്ടാക്കുന്നത്? നമുക്കിവിടെ വീടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. എപ്പോഴാണ്? ഹെർബിസൈഡ് ടോളറൻസ് ജീന് ഒരു പ്ലാന്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ പിന്നെ വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡ്സ് കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇവിടെ ഉണ്ട്.
എൻവയോൺമെൻറ്റിൽ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ലോസ് ചെയ്യുക? നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പ്ലാന്റ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കൂടെ കൂടെ ബയോഡൈവേഴ്സിറ്റി നഷ്ടമാവാൻ തുടങ്ങും. There have been concern about the reduction in genetic diversity in cropping system by development and global spread of improved crop varieties to green revolution. This genetic erosion will occur with monocultures. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നമുക്ക് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ദ സോയിൽ എക്കോളജിയാണ്. സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ചേഞ്ചസ് വരും. അതായത് മെനി പ്ലാന്റ്സ് ലീക്ക് കെമിക്കൽ കോമ്പൗണ്ട്സ് ഇൻ ടു ദ സോയിൽ ത്രൂ ദെയർ റൂട്ട്സ്. അതായത് നമ്മുടെ റൂട്ട് വഴി എന്താണ്, റൂട്ട് നമുക്ക് വെള്ളവും മിനറൽസും ഒക്കെ മുകളിലോട്ട് വലിച്ചെടുക്കുന്ന പോലെ തന്നെ റൂട്ടിൽ നിന്ന് പ്ലാന്റിൽ നിന്ന് മിനറൽസൊക്കെ താഴത്തോട്ട് പോകാൻ, അതായത് സോയിലിലോട്ടും ട്രാൻസ്ഫർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ സോയിലിലോട്ടാണ് ലീക്ക് ആവുന്നത്. അപ്പോൾ ദർ ആർ കൺസേൺ ദാറ്റ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് മേ ലീക്ക് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ദാൻ കൺവെൻഷണൽ പ്ലാന്റ്സ്. സാധാ പ്ലാന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കെമിക്കൽസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ജനിക് പ്ലാന്റ്സ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് സോളിഡ് മൈക്രോ ഓർഗാനിസംസ് ഈസ് വെരി കോംപ്ലെക്സ്, വിത്ത് എ മൈക്രോ ഓർഗാനിസം ലിവിങ് അറൌണ്ട് പ്ലാന്റ് റൂട്ട് ആൾസോ സെക്രീറ്റിംഗ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഇൻ ടു ദ സോയിൽ. ഓക്കെ, അപ്പം നമ്മുടെ സോയിലിലുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഇതെന്താണ് ബാധിക്കുന്നുണ്ട്. അതാണ് ചേഞ്ചസ് ഇൻ സോയിൽ എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി ബയോസേഫ്റ്റി ഫോർ ഹ്യൂമൻ ഹെൽത്ത്, നമുക്ക് ഹ്യൂമൻ ഹെൽത്തിന് എങ്ങനെയായിരിക്കും ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എഫക്റ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ ടോക്സിസിറ്റി. നമ്മളെന്താണ് പ്ലാന്റ്സിൻ്റെ ജീനിൽ സം ടോക്സിൻസിനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലേ? ക്രൈടോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്സിൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കോണ്, പൊട്ടാറ്റോ, അതിലൊക്കെ നമ്മൾ ജീനിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടോക്സിനാണ് ടോക്സിസിറ്റി. എനി കോമ്പൗണ്ട് എൻറ്ററിങ് ദ ഫുഡ് സപ്ലൈ ഇസ് സബ്ജക്റ്റഡ് ടു സ്പെസിഫിക് സ്ക്രൂട്ടിനി ഫോർ ഫുഡ് സേഫ്റ്റി. ആൻഡ് ഫോർ എക്സാമ്പിൾ, potentially toxic transgenic products such as Bt toxin must pass the same standard for safety that are applied to any biochemical pesticide products. അപ്പം നമ്മൾ Bt toxin പോലെയുള്ള നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അലർജനിസിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അനദർ കൺസേൺ റിലേറ്റഡ് ടു ഫുഡ് സേഫ്റ്റി ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ടു ഇൻട്രൊഡ്യൂസ് അലർജൻസ് ഇൻ ടു ദ ഫുഡ് സപ്ലൈ. അലർജൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്. അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടോക്സിസിറ്റി ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻവയോൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്തിൻ്റെയും ബയോസേഫ്റ്റി കൺസേൺസ് എന്ന് പറയുന്നത് ഇതാണ്.